കാണുന്ന പോലെ ഈ ഒരു ക്ലബിനെ മുഴുവൻ നീക്കുന്ന ഒരു വലിയൊരു കാരണവരുടെ ഒരു സ്ഥാനം ഉണ്ടല്ലോ. പോയ പോട്ട് പുല്ലെന്ന് പറയുന്നത് തോക്കിട്ട് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. ശരിക്കും ഇങ്ങനെ ഒരു കഥ കേട്ടപ്പോൾ അങ്ങോട്ട് കഥാപാത്രം എത്രത്തോളം ഡീപ്പാന്ന് തോന്നുന്നു? ഇല്ല, ഇതിനകത്ത് എൻ്റെ കഥാപാത്രത്തിൻ്റെ എൻ്റെ വലിയ മെടുക്കൊന്നുമല്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, ഇത് ആഷി കപൂറിൻ്റെ സിനിമയാണ്. ഞാൻ കുറേ നാളായിട്ട് അഭിനയിക്കുന്ന ആളാണ്. ഈ ക്യാരക്ടറിൻ്റെ എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് നടക്കാൻ പോലും സമയമില്ലല്ലോ. ഇരിപ്പല്ലേ, ഒരു കസേര ചെയ്തുകൊണ്ട് നടന്ന് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ. അദ്ദേഹമാണ് എന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആഷി കപൂറാണ്. സത്യത്തിൽ അത് കുട്ടേട്ടൻ്റെ അടവായിരുന്നു. കാരണം കസേരയിൽ മാത്രം ഇരിക്കുമ്പോൾ ബാക്കി ചെല്ലണ്ട, അല്ലെങ്കിൽ ഞാൻ ഓടിച്ചെന്ന് വെടിവെക്കേണ്ടി വരും, കൊള്ളേണ്ടി വരും, വീഴേണ്ടി വരും. ഇത് കസേരയാകുമ്പോൾ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ആരെങ്കിലും തള്ളിക്കൊണ്ടുപോയി. അല്ല, അങ്ങനെ സന്തോഷമുണ്ട് കേട്ടോ. 32 ദിവസത്തോളം ഞാൻ സിനിമയിൽ അഭിനയിച്ചു. ചിലപ്പോൾ എനിക്ക് ഒരു ഷോട്ടൊക്കെ അറിയും ദിവസം. അപ്പം ഞങ്ങൾക്ക് പക്ഷേ എനിക്കൊരു വിഷമമില്ല. എന്താ വെച്ചാൽ എല്ലാവരും കൂടി മുറിക്കാത്തിരിക്കും. ഇതങ്ങോട്ട് തള്ളുക, കളിയാക്കുക, കൊല്ലുക, ഇതൊക്കെ എന്നെ എനിക്ക് വെളുപ്പിന് 2:30 മണിക്ക് ഒരു ഷോട്ട് വരും. ഞാൻ രാവിലെ മേക്കപ്പ് ചെയ്യും, മേക്കപ്പ് ഇടാതിരിക്കും. അപ്പൊ 2:30 മണിക്കാണ്. അപ്പൊ ചിലപ്പം എനിക്ക് നേരത്തെ ഷോട്ട് വരും. ഈ സുരഭിയെ കൂടെ പോയി ആഷിനോട് പറയും, വെയിറ്റ് ചെയ്യും, പുള്ളി ഉറങ്ങുക, കുറച്ച് കഴിഞ്ഞ് എടുത്താലും മതി, പുള്ളി ഉറങ്ങിക്കോട്ടെ എന്ന്. അപ്പൊ പിന്നെ ആഷിക്ക് വിചാരിക്കാൻ ഉറങ്ങിക്കോട്ടെ എന്ന്. അപ്പൊ ലാസ്റ്റ് ഷോട്ട് എനിക്ക് എടുക്കും 2:30 മണിക്ക്. അപ്പൊ ഇവരൊക്കെ സുഖമായിട്ട് ബാക്കി ഷോട്ടൊക്കെ കഴിഞ്ഞിട്ട് പോകും. അങ്ങനെ 2:30 കൂട്ടരെന്നുള്ള പേര് കിട്ടി എനിക്ക്. 10 ദിവസം കഴിഞ്ഞപ്പോ ചേട്ടൻ 2 മണിയാകുമ്പോഴേ റെഡി ആവുള്ളൂ. 2:30 വിളിക്കുള്ളൂ. അയ്യോ, അല്ല, നോന്ന് പറയുന്നത് അതിരാവിലെ ഞാൻ റെഡിയാകും. പക്ഷെ ഇവരൊക്കെ പിള്ളേരല്ല. ഇപ്പൊ ഞാനിപ്പോ ഇവരെന്ത് പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കും. ഞാൻ അവിടെ കാർന്നവര് 10-42 വർഷമായിട്ട് സിനിമയില്. പക്ഷെ അഹങ്കാരമല്ല, അഹങ്കാരല്ല, അവസ്ഥയാണ്. അഹങ്കാരമല്ല കുഞ്ഞെ, പിടിച്ചു നിൽക്കണ്ടേ നിങ്ങളുടെ കൂടെ. ഇത് നാക്കാന്ന ദൈവങ്ങളൊക്കെ ഒരിക്കലും ഞാൻ മലയാള സിനിമ ഇത്രയും വർഷമായിട്ട് നിന്നിട്ടും ഇതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ സർവൈവ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. എന്താണ് കുഴപ്പമില്ല, ഞാൻ പിടിച്ചു നിൽക്കും. ഇവിടെ തരണം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഇനി കുറെ കൂടെ നിൽക്കും. ഇത് പാസ്സായാൽ ഞാൻ ഇങ്ങനെ എനിക്ക് എന്നെ ആർക്കും തടുക്കാൻ പറ്റില്ല. ഇത് പാസ്സായി ഞാൻ സുരഭി.